ഹായ് ഫ്രണ്ട്സ്, 2025 ജൂൺ മാസത്തിൽ നടന്ന കേടെറ്റ് കാറ്റഗറി 2 എക്സാമിന് ജനറൽ സയൻസിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദൈവകണം എന്ന ഓമന പേരിൽ അറിയപ്പെടുന്നവയാണ് ഡാഷ്. പ്രോട്ടോണുകൾ, ലെപ്റ്റോണുകൾ, ഫോട്ടോണുകൾ, ഹിഗ്സ് ബോസോണുകൾ. God's particle is the pseudonym of protons, leptons, photons and Higgs bosons. ദൈവകണം അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കണങ്ങളാണ് ഹിഗ്സ് ബോസോണുകൾ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഹിഗ്സ് ബോസോൺ കണങ്ങളെയാണ് ദൈവകണം അല്ലെങ്കിൽ ഗോഡ്സ് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്, ഹിഗ്സ് ബോസോൺസ്. ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ്. അതായത് വിഭജിക്കാൻ കഴിയാത്ത ഏറ്റവും ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത്. ആറ്റങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ മൂന്ന് ചെറിയ കണങ്ങൾ കൊണ്ടാണ്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നത്. അതായത് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയസിനുള്ളിൽ കാണുന്ന കണങ്ങളാണ് പ്രോട്ടോണുകളും അതുപോലെ ന്യൂട്രോണുകളും. അതായത് പ്രോട്ടോണും ന്യൂട്രോണും കാണുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്താണ്. ഇനി അതിൻ്റെ ചാർജും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവ് ചാർജാണ്, അതേസമയം ന്യൂട്രോണുകൾക്ക് ചാർജില്ല. ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ആര്? ന്യൂട്രോണുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെ കാണുന്നു? പ്രോട്ടോണുകളുണ്ട്, ന്യൂട്രോണുകളുണ്ട്. പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവാണ്, ന്യൂട്രോണുകൾക്ക് ചാർജില്ല. ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും കാണുന്ന കണങ്ങളാണ് ഇലക്ട്രോണുകൾ എന്നറിയപ്പെടുന്നത്. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റലുകൾ ഉണ്ടാവും. ഈ ഓർബിറ്റലുകളിലാണ് ആര് കാണപ്പെടുന്നത്? ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവാണ്. അതായത് പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവ്, അതുപോലെ ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവും ആയിരിക്കും. അതേസമയം ആർക്ക് ചാർജില്ല? ന്യൂട്രോണുകൾക്ക് ചാർജില്ല. അപ്പോൾ ആദ്യം ഈ മൂന്ന് കണങ്ങളെക്കുറിച്ചുള്ള പ്രത്യേകതകളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതിനകത്ത് ഇലക്ട്രോണുകൾ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. പ്രോട്ടോണുകൾ കണ്ടെത്തിയത് റൂദർഫോർഡും ന്യൂട്രോണുകൾ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്കുമാണ്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ ഓർത്ത് വയ്ക്കുക, അറ്റോമിക നമ്പറും മാസ് നമ്പറും. അതായത് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് അതിനകത്തെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അതായത് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ആ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ്. അതേസമയം ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ്. അതായത് ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണുണ്ട്, ന്യൂട്രോണുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എണ്ണത്തെയാണ് നമ്മൾ ആ ആറ്റത്തിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കുക, ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എപ്പോഴും ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. അതായത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം, പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ, അതായത് നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് അവിടെ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ള വാക്കുകൾക്ക് പരസ്പരം ഒരു നിശ്ചിത ബന്ധമുണ്ട്. ആ ബന്ധമുള്ള ജോഡി തിരഞ്ഞെടുക്കുക. ബലം, ന്യൂട്ടൺ. ഇതാണ് ഇവിടെ തന്നിട്ടുള്ള രണ്ട് വാക്കുകൾ. ഈ രണ്ട് വാക്കുകൾ തമ്മിലൊരു ബന്ധമുണ്ട്. അതേ ബന്ധമുള്ള ജോഡി തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എ ഭാരം ലിറ്റർ, ബി സമയം ജൂൾ, സി മർദ്ദം പാസ്കൽ, ഡി വേഗത ടെസ്ല. ആദ്യം നമുക്കവിടെ തന്നിട്ടുള്ള ജോഡി തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. തന്ന പേര് ഇതാണല്ലോ, ഫോഴ്സ് ന്യൂട്ടൺ, ബലം ന്യൂട്ടൺ എന്നുള്ളൊരു ബന്ധമാണ് അവിടെ തന്നിട്ടുള്ളത്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് ഫോഴ്സിൻ്റെ SI യൂണിറ്റാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. നമ്മൾ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെയാണ് SI യൂണിറ്റ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഫോഴ്സിൻ്റെ SI യൂണിറ്റാണ് ആര്? ന്യൂട്ടൺ. അപ്പോൾ ഇതേപോലെയുള്ള കറക്റ്റായിട്ടുള്ള SI യൂണിറ്റും അളവും നമുക്ക് തന്ന ചോയ്സിലുണ്ടാവും. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ ചോയ്സ് നോക്കാം. ഭാരം ലിറ്റർ, അതായത് വെയ്റ്റ് ലിറ്റർ. വെയ്റ്റിൻ്റെ SI യൂണിറ്റ് എന്താണ്? ലിറ്റർ അല്ല, കിലോഗ്രാം ആണ് വെയ്റ്റ് അല്ലെങ്കിൽ ഭാരത്തിൻ്റെ SI യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആൻസർ എന്തല്ല? എ അല്ല നമ്മുടെ ആൻസർ. ഇനി രണ്ടാമതായിട്ട് തന്നിട്ടുള്ള ജോഡി നോക്കാം. ടൈം ജൂൾ, സമയം ജൂൾ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ ഈ ജൂൾ എന്ന് പറയുന്നത് സമയത്തിൻ്റെ SI യൂണിറ്റ് അല്ല, അതുകൊണ്ട് അതും തെറ്റാണ്. എനർജി അല്ലെങ്കിൽ വർക്കിൻ്റെ SI യൂണിറ്റാണ് ജൂൾ എന്ന് പറയുന്നത്. ജൂൾ ഈസ് SI യൂണിറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ വർക്ക്. അപ്പോൾ രണ്ടാമത്തെ ചോയ്സും അല്ല. മൂന്നാമതായിട്ട് തന്നിട്ടുള്ളത് പ്രഷർ പാസ്കൽ എന്നാണ്. മർദ്ദം പാസ്കൽ. മർദ്ദത്തിൻ്റെ SI യൂണിറ്റാണ് പാസ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റാണല്ലോ. പ്രഷറിൻ്റെ SI യൂണിറ്റാണ് പാസ്കൽ. അപ്പോൾ നമ്മൾ നേരത്തെ തന്ന ആ ജോഡിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ C എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കറക്റ്റാണ്. ഇനി ഡി കൂടെ നോക്കാം. ഡി തന്നിട്ടുള്ളത് സ്പീഡ് ടെസ്ല. സ്പീഡിൻ്റെ SI യൂണിറ്റ് ടെസ്ലയാണെന്നാണ് തന്നിട്ടുള്ളത്. ഇതും തെറ്റാണല്ലോ. ടെസ്ല എന്ന് പറയുന്നത് എന്തിൻ്റെ SI യൂണിറ്റാണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ SI യൂണിറ്റാണ് ടെസ്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ SI യൂണിറ്റാണ് ടെസ്ല. അതേസമയം സ്പീഡിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ഡി എന്ന് പറയുന്ന ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എ തെറ്റാണ്, ബിയും തെറ്റാണ്, ഡിയും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് സി ആണ്, മർദ്ദം പാസ്കൽ. ഈ ഒരു ടേബിളും കൂടി ഇവിടുന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകൾ അടിസ്ഥാന യൂണിറ്റുകളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നീളത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ, അതിൻ്റെ പ്രതീകം സിമ്പലാണ് എം എന്ന് പറയുന്നത്. മാസിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം, സിമ്പൽ kg ആണ്. സമയത്തിൻ്റെത് സെക്കൻഡ്, എസ് ആണ് സിമ്പൽ. താപനില കെൽവിൻ, കെ ആണ് സിമ്പൽ. ദെൻ വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ ആണ് യൂണിറ്റ്, എ ആണ് സിമ്പൽ. ദെൻ പദാർത്ഥത്തിൻ്റെ അളവ് മോളാണ് യൂണിറ്റ്, MOL ആണ് സിമ്പൽ. ദെൻ പ്രകാശ തീവ്രതയുടെ യൂണിറ്റാണ് കാൻഡില, CD ആണ് സിമ്പൽ. അപ്പം നീളം മീറ്റർ, മാസ് കിലോഗ്രാം, സമയം സെക്കൻഡ്, താപനില കെൽവിൻ, വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ, പദാർത്ഥത്തിൻ്റെ അളവ് മോൾ, പ്രകാശ തീവ്രത കാൻഡില. ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ, സൂര്യതാപം ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ചാലനം, വികിരണം, സംവഹനം, ബാഷ്പീകരണം. ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ, വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ, സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ, ബാഷ്പീകരണമാണ് ഇവാപ്പറേഷൻ. അപ്പോൾ സൂര്യനിൽ നിന്ന് ചൂട് ഭൂമിയിലെത്തുന്ന രീതി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം പ്രധാനമായിട്ടും ഈ താപം കൈമാറ്റം നടക്കുന്ന രീതികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ. അതായത് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ വസ്തുക്കളിൽ എങ്ങനെയാണ് താപം കൈമാറ്റം ചെയ്യപ്പെടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് എന്ത് പറയുന്നത്? ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, നമ്മളൊരു ഖരവസ്തു എടുത്തു കഴിഞ്ഞാൽ ആ ഖരവസ്തുവിലെ തന്മാത്രകൾ അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഖരവസ്തുക്കളിൽ തന്മാത്രകൾ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് കാരണം നമ്മളൊരു ഖരവസ്തു ചൂടാക്കുന്ന സമയത്ത് ആ ഒരു തന്മാത്ര താപത്തെ സ്വീകരിച്ച് തൊട്ടടുത്ത തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുക. അതായത് തന്മാത്രകൾക്ക് അവിടെ സ്ഥാനമാറ്റം സംഭവിക്കണില്ല. അതായത് ചൂടായ തന്മാത്ര ആ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നില്ല. ആ ഒന്നാമത്തെ തന്മാത്ര എന്ത് ചെയ്യുന്നു? ആ താപത്തെ സ്വീകരിക്കുന്നു, അതിനെ തൊട്ടടുത്ത തന്മാത്രയ്ക്ക് കൊടുക്കുന്നു. ആ തന്മാത്ര അതിൻ്റെ തൊട്ടടുത്ത തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ രീതിയിൽ താപം തന്മാത്രകൾ ഇങ്ങനെ കൈമാറി
പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, അവിടെ എന്ത് നടക്കുന്നില്ല, തന്മാത്രകളുടെ സ്ഥാനമാറ്റം അവിടെ സംഭവിക്കുന്നില്ല. പിന്നെ ഇത് കാണപ്പെടുന്ന ഏത് വസ്തുക്കളിലാണ്, ഖരവസ്തുക്കളിലാണ് ഈ രീതിയിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. ദെൻ രണ്ടാമതായിട്ട് താപപ്രേഷണം നടക്കുന്ന രീതിയാണ് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചാലനം ഖരവസ്തുക്കളിലാണ് നടക്കുക എന്ന് പറഞ്ഞു. എന്നാൽ സംവഹനം വാതകങ്ങളിലും ദ്രാവകങ്ങളിലും ഈ താപപ്രേഷണം നടക്കുന്ന രീതിയാണ്. ഈ വാതകങ്ങളുടെയും ദ്രാവകങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് തന്മാത്രകൾ തമ്മിൽ അകലം കൂടുതലായിരിക്കും. ഖരവസ്തുക്കളിൽ കാണുന്ന പോലെ പരസ്പരം ഇങ്ങനെ ടച്ച് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൂടിനെ സ്വീകരിക്കുന്ന തന്മാത്രയ്ക്ക് സ്ഥാനമാറ്റം സംഭവിക്കും. ആ തന്മാത്ര അടുത്ത തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് പകരം ആ തന്മാത്ര അങ്ങോട്ട് സഞ്ചരിക്കുക ചെയ്യുക. അപ്പോൾ തന്മാത്രകൾക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴി നടക്കുന്ന താപപ്രേഷണ രീതിക്ക് പറയുന്ന പേരാണ് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ. അപ്പോൾ അത് ഏത് വസ്തുക്കളിൽ നടക്കുന്നു എന്ന് ചോദിച്ചാൽ വാതകങ്ങളിലും ദ്രാവകങ്ങളിലുമാണ് സംവഹനം വഴി താപപ്രേഷണം നടക്കുന്നത്. ഇനി മൂന്നാമത്തെ രീതിയാണ് വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ. അതായത് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് നമ്മൾ വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് വിളിക്കുക. അതായത് ഇവിടെ ഒരു മാധ്യമത്തിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ വികിരണം വഴി എന്ത് ചെയ്യും, എല്ലാ ദിശകളിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടും. അപ്പോൾ അതിന് ചില ഉദാഹരണങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ്, ഇപ്പോൾ നമ്മൾ സൂര്യൻ്റെ ചൂട്, സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. സൂര്യൻ്റെ ചൂട് ഭൂമിയിലെത്തുന്നത് വികിരണം എന്ന് പറയുന്ന പ്രക്രിയ വഴിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു അടുപ്പിനെടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ വിറക് കത്തുന്ന ചൂട് നമുക്ക് അനുഭവപ്പെടുമല്ലോ. അപ്പോൾ ആ തീ കായുന്ന സമയത്ത് നമുക്ക് ആ ചൂട് അനുഭവപ്പെടുന്നത് വികിരണം വഴിയാണ്. അതുപോലെ നമ്മളെ റൂമിൽ ഒരു ബൾബ് കത്തുമ്പോൾ അതിൻ്റെ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നതും വികിരണം വഴിയാണ്. അതുപോലെ നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ടകൾ വിരിയുന്നത് അതും വികിരണം വഴിയാണ്. അപ്പോൾ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് നമ്മൾ വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് രീതികളും നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. കാരണം ഇതെപ്പോഴും നമ്മളെ കാറ്റഗറി 2ൻ്റെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. സൂര്യതാപം ഭൂമിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ബി ആണ് ആൻസർ, വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ. നെക്സ്റ്റ് വൺ, തുരുമ്പ് രാസപരമായി ഡാഷ് ആണ്. തുരുമ്പ് എന്ന് പറഞ്ഞാൽ റസ്റ്റ്. റസ്റ്റ് കെമിക്കലി എന്താണ് റസ്റ്റിനെ നമ്മൾ വിളിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഫെറസ് ഓക്സൈഡ്, ഫെറിക് ഓക്സൈഡ്, ഹൈഡ്രേറ്റഡ് ഫെറസ് ഓക്സൈഡ്, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഇതിലേതാണ് തുരുമ്പ്? ഡി ആണ് ആൻസർ, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡാണ് തുരുമ്പ് എന്ന് പറയുന്നത്. തുരുമ്പിനെ കെമിക്കലായിട്ട് നമ്മൾ അല്ലെങ്കിൽ രാസപരമായി നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. പൂവിടുന്ന ചെടികളിൽ ഭ്രൂണത്തെ വലയം ചെയ്യുകയും പോഷണം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന കലകളാണ് കോട്ടിലിഡൺ, എപ്പികോട്ടൈൽ, എൻഡോസ്പേം, പെരികാർപ്പ്. അതായത് പൂവിടുന്ന ചെടികളിൽ, ഫ്ലവറിങ് പ്ലാന്റ്സിൽ ഭ്രൂണത്തെ വലയം ചെയ്തുകൊണ്ട്, ഭ്രൂണം എന്ന് പറഞ്ഞാൽ എംബ്രിയോനെ വലയം ചെയ്ത് കാണപ്പെടുകയും അതിന് പോഷണം അല്ലെങ്കിൽ നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ടിഷ്യൂസ് അല്ലെങ്കിൽ കലകളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കോട്ടിലിഡൺ ഉണ്ട്, എപ്പികോട്ടൈൽ ഉണ്ട്, എൻഡോസ്പേം ഉണ്ട്, പെരികാർപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ആൻസർ എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് എൻഡോസ്പേം എന്നുള്ളത് നോക്കാം. എൻഡോസ്പേമിനെ മലയാളത്തിൽ ബീജാന്നം എന്നും പറയാറുണ്ട്. എൻഡോസ്പേം അല്ലെങ്കിൽ ബീജാന്നം. ഇതൊരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. അതായത് പോഷണം നൽകുന്ന കലകളാണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. അതായത് ഫ്ലവറിങ് പ്ലാന്റ്സിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. ഇരട്ട ബീജസങ്കലനം എന്ന് പറയും. ആ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടാവുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. ഇത് ഫ്ലവറിങ് പ്ലാന്റ്സിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇത് ട്രിപ്ലോയിഡ് കണ്ടീഷനിലാണ് കാണുക. ഇതിലെ കോശങ്ങൾ
ട്രിപ്ലോയിഡ് ആയിരിക്കും. സാധാരണ നമ്മുടെ ഒരു ശരീരകോശങ്ങളൊക്കെ ഏത് പ്ലോയിഡിയിലാണ് ഉണ്ടാവുക? ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ് ഉണ്ടാവുക. നമ്മൾ 2n എന്ന് പറയുമല്ലോ, ഡിപ്ലോയിഡ് കണ്ടീഷൻ. പക്ഷേ എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആണ്. 3n എന്ന് പറയുന്ന കണ്ടീഷനിലാണ് എൻഡോസ്പേം കാണപ്പെടുക. ഇനി ഇതിൻ്റെ പൊസിഷൻ എംബ്രിയോനെ സറൗണ്ട് ചെയ്തുകൊണ്ടാണ് എൻഡോസ്പേം കാണുന്നത്. എംബ്രിയോ എന്ന് പറഞ്ഞാൽ ആ ഭ്രൂണം. ആ ഭ്രൂണത്തിന് ചുറ്റും കാണപ്പെടുന്ന, അതിന് പോഷണം നൽകുന്ന കലകളാണ് ആര്? എൻഡോസ്പേം എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും ഉണ്ടാവും. ആ ന്യൂട്രിയൻസ് വഴിയാണ് ആർക്ക് ഈ ന്യൂട്രീഷൻ ലഭിക്കുന്നത്? ഈ എംബ്രിയോയ്ക്ക് വേണ്ട ന്യൂട്രീഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻഡോസ്പേമിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് എന്താണ് കോട്ടിലിഡൺ നോക്കാം. കോട്ടിലിഡൻസിനെ നമ്മൾ മലയാളത്തിൽ ബീജപത്രങ്ങൾ എന്നാണ് വിളിക്കുക. ഇതിനെ എംബ്രിയോണിക് ലീവ്സ് അല്ലെങ്കിൽ സീഡ് ലീവ്സ് അല്ലെങ്കിൽ ബീജപത്രങ്ങൾ എന്ന് വിളിക്കും. ഇത് എംബ്രിയോൻ്റെ ഭാഗമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ പയറിൻ്റെ ഒക്കെ വിത്ത് ഇങ്ങനെ മുളച്ച് വരുമ്പോൾ അതിൻ്റെ ആ വിത്ത് ഇങ്ങനെ മുളച്ച് പുറത്തേക്ക് ഇങ്ങനെ 2 ഇല പോലെ നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതാണ് കോട്ടിലിഡൺ അല്ലെങ്കിൽ ബീജപത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തും ന്യൂട്രിയൻസ് ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിത്ത് മുളയ്ക്കുന്ന സമയത്ത് ആ സീഡ്ലിങ്ങിന് വേണ്ട ന്യൂട്രീഷൻ വേണമല്ലോ. ആ ന്യൂട്രീഷൻ ലഭിക്കുന്നത് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ കാണപ്പെടുന്ന കോട്ടിലിഡൻസ് എന്നാണ്. നറിഷ് ദി സീഡ്ലിംഗ് ഡ്യൂറിങ് ജെർമിനേഷൻ. ആ വിത്ത് മുളയ്ക്കുന്ന സമയത്ത് ആ സീഡ്ലിങ്സിന് വേണ്ട ഈ ന്യൂട്രിയൻസ് നൽകുന്നത് ആരാണ്? ഈ കോട്ടിലിഡൺ അല്ലെങ്കിൽ ഈ ബീജപത്രങ്ങളാണ്. പക്ഷേ ഇത് നേരത്തെ നമ്മൾ ചോദ്യത്തിൽ കണ്ട പോലെ എംബ്രിയോയ്ക്ക് ചുറ്റും കാണപ്പെടുന്നൊരു ഭാഗമൊന്നുമല്ല. ഇനി എന്താണ് എപ്പികോട്ടൈൽ? എപ്പികോട്ടൈൽ എന്ന് പറയുന്നത് എംബ്രിയോൻ്റെ ഒരു ഭാഗമാണ്. ആ ഭ്രൂണത്തിൻ്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ എപ്പികോട്ടൈൽ എന്ന് വിളിക്കുക. അത് സാധാരണ കോട്ടിലിഡൻസിൻ്റെ മുകളിൽ വരുന്ന ഭാഗത്തെയാണ് നമ്മൾ എപ്പികോട്ടൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ ആ 2 ഇലകൾ പോലെയുള്ള ആ ഭാഗം, ബീജപത്രങ്ങൾ. അതിൻ്റെ മുകളിലെ പോർഷനെ വിളിക്കുന്ന പേരാണ് എപ്പികോട്ടൈൽ എന്ന് പറയും. ഈ എപ്പികോട്ടൈൽ റീജിയനാണ് പിന്നീട് ആ ചെടിയുടെ ഷൂട്ടായിട്ട് മാറുക. ഷൂട്ട് എന്ന് പറഞ്ഞാൽ കാണ്ഡം, അതിൻ്റെ ഇലകളും കാണ്ഡവും ഒക്കെ ആയിട്ട് മാറുന്ന ഭാഗമാണ് ഈ എപ്പികോട്ടൈൽ എന്ന് പറയുന്നത്. ഇതിന് നമ്മുടെ ചോദ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ വരുന്ന ഭാഗമാണ്, ചോയ്സാണ് പെരികാർപ്പ്. പെരികാർപ്പ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ബോളാണ്. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഫലം. ആ ഫ്രൂട്ടിൻ്റെ പുറമേയുള്ള ആവരണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെരികാർപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് സാധാരണ ഓവറി വോളാണ് പെരികാർപ്പായിട്ട് മാറുക. അണ്ടാശയത്തിൻ്റെ ഒരു പുറമേയുള്ളൊരു ഭിത്തി ഉണ്ടാവും, അതാണ് പെരികാർപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെ വോളായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിനും നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് ചോദ്യം നോക്കാം. പൂവിടുന്ന ചെടികളിൽ ഭ്രൂണത്തെ വലയം ചെയ്യുകയും പോഷണം പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന കലകൾ. ഇപ്പം എന്തായാലും കോട്ടിലിഡൺ അല്ല, അതുപോലെ എപ്പികോട്ടൈലല്ല, പെരികാർപ്പും അല്ല. അപ്പോൾ ആൻസർ ആരാണ്? സി, എൻഡോസ്പേം ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി പറയുന്നവയിൽ അതിശ അളവ് ഏതാണ്? അതിശ അളവ് എന്ന് പറഞ്ഞാൽ സ്കാലാർ ക്വാണ്ടിറ്റിയാണ് അതിശ അളവ് എന്ന് പറയുന്നത്. ബലം അല്ലെങ്കിൽ ഫോഴ്സ്, പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക്, പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി, ആക്കം അല്ലെങ്കിൽ മൊമെൻറ്റം. നമുക്ക് ചോയ്സുകളൊക്കെ നോക്കാം. ഫിസിക്സിൽ നമ്മൾ ക്വാണ്ടിറ്റീസിനെ പ്രധാനമായിട്ടും 2ആയിട്ടാണ് തരംതിരിക്കാറുള്ളത്. സ്കാലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അതായത് അതിശ അളവുകളും സദിശ അളവുകളും എന്ന് പറയും. സ്കാലാർ എന്ന് പറഞ്ഞാൽ അതിശ അളവ്, വെക്റ്റർ എന്ന് പറഞ്ഞാൽ സദിശ അളവ്. അപ്പോൾ എന്താണ് സ്കാലാർ ക്വാണ്ടിറ്റീസിൻ്റെ പ്രത്യേകത? സ്കാലാർ ക്വാണ്ടിറ്റീസിന് എന്ത് മാത്രമേ ഉള്ളൂ? ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. ദിശയില്ല. അതുകൊണ്ടാണ് അതിശ അളവ് എന്ന് പറയുന്നത്. ഇതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സൈസ് അല്ലെങ്കിൽ വാല്യൂ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. അതിനെന്തില്ല? നോ ഡയറക്ഷൻ, ദിശയില്ല. അപ്പോൾ അതിന് എക്സാമ്പിൾ നോക്കുക. മാസ്, ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, എനർജി, ടെമ്പറേച്ചർ, വർക്ക്, പവർ, ഇതെല്ലാം സ്കാലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ്. ഇനി രണ്ടാമത്തെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ്
ഡയറക്ഷൻ. അതാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കുക. ഫോഴ്സ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, മൊമെൻറ്റം, വെയ്റ്റ്, ഇതെല്ലാം വെക്റ്റർ ക്വാണ്ടിറ്റീസാണ്. ഫോഴ്സ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, മൊമെൻറ്റം, വെയ്റ്റ്. അപ്പോൾ പ്രധാനപ്പെട്ട എക്സാമ്പിൾസാണ് ഇപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത്. മിനിമം അത്രയും എക്സാമ്പിൾസ് എങ്കിലും നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. ഇനി പറയുന്നവയിൽ അതിശ അളവാണ് ചോദിച്ചത്. സ്കാലാർ ക്വാണ്ടിറ്റി ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ചോയ്സിൽ ബലമുണ്ട്, പ്രവൃത്തിയുണ്ട്, പ്രവേഗമുണ്ട്, ആക്കുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് നിന്ന് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? പ്രവൃത്തി. ബി, പ്രവൃത്തി അല്ലെങ്കിൽ വർക്കാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹമേത്? സോഡിയം, ലിഥിയം, ലെഡ്, സിൽവർ. അതായത് ഏറ്റവും ഇപ്പോൾ ഈ തന്ന 4 മെറ്റൽസിൽ ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞ മെറ്റൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള 4 വെച്ച് ഏറ്റവും ലീസ്റ്റ് ഡെൻസ് ആയിട്ടുള്ള മെറ്റലാണ് ലിഥിയം. ലിഥിയാണ് ഇതിനകത്ത് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം. താഴെ പറയുന്നവയിൽ ഏതാണ് കമൻസാലിസത്തെ സൂചിപ്പിക്കുന്നത്? 2 സ്പീഷീസുകൾക്കും ദോഷകരമാണ്, 2 സ്പീഷീസുകൾക്കും ഗുണകരമാണ്, 1 സ്പീഷീസിന് ഗുണകരമാണ്, മറ്റേതിനെ ബാധിക്കുന്നില്ല, 1 സ്പീഷീസിന് ഗുണകരമാണ്, മറ്റേതിന് ദോഷകരവുമാണ്. കമൻസാലിസത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് ജീവി ബന്ധങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കാം നമുക്ക്. പരാദജീവനം അല്ലെങ്കിൽ പാരസൈറ്റിസം. പരാദജീവനം അല്ലെങ്കിൽ പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്ക് ഗുണകരവും മറ്റേ ജീവിക്ക് ദോഷകരവുമായിരിക്കും. കാരണം പരാദങ്ങൾ എപ്പോഴും ആഹാരത്തിനായിട്ട് ആരെ ആശ്രയിക്കും? ഹോസ്റ്റ് അല്ലെങ്കിൽ ആതിഥേയ ജീവിയെ ആശ്രയിക്കും. ഇപ്പോൾ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ഈ നായയും ചെള്ളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പരാദജീവനത്തിന് ഉദാഹരണമാണ്. ഒരു ജീവിക്ക് ഗുണകരമാണ്, ചെള്ളിന് ഗുണകരമാണ്, നായയ്ക്കത് ദോഷകരമാണ്. ഇത്തരം ബന്ധത്തെയാണ് നമ്മൾ പരാദജീവനം അല്ലെങ്കിൽ പാരസൈറ്റിസം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കാം. ഇരപിടുത്തം അല്ലെങ്കിൽ പ്രിഡേഷൻ. ഒന്നിന് ഗുണകരം, മറ്റേതിന് ദോഷകരം. അതായത് ഇരപിടിയന് ഭക്ഷണമാവുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ പരുന്തും കോഴിയും തമ്മിലുള്ള ബന്ധം നോക്കുക. പരുന്തിന് ഗുണമാണ്, കോഴിക്ക് എന്താണ്? ദോഷമാണ്. ഇത്തരം ബന്ധത്തെയാണ് നമ്മൾ ഇരപിടുത്തം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കാം. കമൻസാലിസം. കമൻസാലിസത്തിൻ്റെ പ്രത്യേകത ഒന്നിന് ഗുണകരമാണ്, മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. ഇപ്പോൾ ഇവിടെ ചിത്രം നോക്കുക. മരവാഴയും മരവും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മരവാഴ താമസ സ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഈ മരത്തിനെ ആശ്രയിക്കുന്നത്. കാരണം മരവാഴ ഒരു എപ്പിഫൈറ്റാണ്. മരവാഴ ആ ചെടിയിൽ നിന്നൊന്നും വലിച്ചെടുക്കുന്നില്ല, അതിൻ്റെ ആഹാരമൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആർക്ക് ഗുണകരമാണ്? ഈ മരവാഴയ്ക്ക് താമസ സ്ഥലം ലഭിക്കുന്നുണ്ട്, പക്ഷെ മരത്തിന് യാതൊരു ഗുണവുമില്ല, ദോഷവുമില്ല. ഇത്തരം ബന്ധത്തെയാണ് നമ്മൾ കമൻസാലിസം എന്ന് വിളിക്കുക. ഇനി അടുത്തതാണ് മ്യൂച്വലിസം. മ്യൂച്വലിസത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഇവിടെ നോക്കുക. സസ്യവും പൂമ്പാറ്റയും തമ്മിലുള്ളൊരു ബന്ധം. 2 ജീവികൾക്കും ഗുണകരമായിട്ടുള്ള ബന്ധങ്ങളെയാണ് നമ്മൾ മ്യൂച്വലിസം എന്ന് വിളിക്കുക. കാരണം പൂവിനും ഗുണമാണ്, പൂമ്പാറ്റയ്ക്കും ഗുണമാണ്. ഇത്തരത്തിൽ 2 ജീവികൾക്കും ഗുണമുള്ള ബന്ധങ്ങളാണ് മ്യൂച്വലിസം. നെക്സ്റ്റ് വൺ, മത്സരം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ. മത്സരത്തിൻ്റെ പ്രത്യേകത തുടക്കത്തിൽ 2നും ദോഷമാണ് മത്സരം നടക്കുന്ന സമയത്ത്. പിന്നീട് ആരാണോ വിജയിക്കുന്നത് അവർക്ക് ഗുണകരമായിരിക്കും. അത്തരം ബന്ധങ്ങളാണ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം. ഇപ്പോൾ വിളകളും കളകളും തമ്മിലുള്ള ബന്ധം മത്സരത്തിന് ഉദാഹരണമാണ്. കാരണം തുടക്കത്തിൽ 2നും ദോഷമാണ്, പിന്നീട് ആരാണോ പെട്ടെന്ന് വളരുന്നത് അവരവിടെ വിജയിക്കും. അപ്പോൾ അത്തരം ബന്ധങ്ങളെ നമുക്ക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം എന്ന് വിളിക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. താഴെ പറയുന്നവയിൽ ഏതാണ് കമൻസാലിസത്തെ സൂചിപ്പിക്കുന്നത്? ഇപ്പോൾ കമൻസാലിസം നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ജീവിക്ക് ഗുണമാണ്, മറ്റതിന് ഗുണവുമില്ല, ദോഷവുമില്ല. അപ്പോൾ നമ്മൾ ആൻസർ ഏതാ വരിക? സി ആണ് ആൻസർ. ഒരു സ്പീഷീസിന് ഗുണകരമാണ്, മറ്റേതിനെ ബാധിക്കുന്നില്ല. നെക്സ്റ്റ് വൺ, ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ അടങ്ങിയ രക്തം സ്വീകരിക്കുന്നത് ഹൃദയത്തിലെ ഏത് അറയാണ്? ഇടത് ആട്രിയം, ഇടത് വെൻട്രിക്കിൾ, വലത് ആട്രിയം, വലത് വെൻട്രിക്കിൾ.
നമുക്ക് ആദ്യം നമ്മളെ ഹൃദയത്തിൻ്റെ ഘടന ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ ഹൃദയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഈ കളറിൽ, ഈ ഒരു നീല കളറിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഊർധ്വമഹാസിര അല്ലെങ്കിൽ സുപ്പീരിയർ വീന കാവ. ഇതാണ് അധോമഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീന കാവ. പിന്നെ നമ്മുടെ ഹൃദയത്തിലെ വാൽവുകളാണ് സെമി ലൂണാർ വാൽവ്, ട്രൈകസ്പിഡ് വാൽവ്, ബൈകസ്പിഡ് വാൽവ്. പിന്നെ ഇതാണ് ഈ റെഡ് കളറിൽ കാണുന്നതാണ് മഹാധമനി അല്ലെങ്കിൽ അയോട്ട എന്ന് പറയും. ഈ നീല കളറിൽ കാണുന്നതാണ് ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമനറി ആർട്ടറി. ഇതാണ് ശ്വാസകോശ സിര അല്ലെങ്കിൽ പൾമനറി വെയിൻ. ഇനി നമ്മളിവിടെ നിന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. അതായത് മുകളിലെ അറകളെയാണ് നമ്മൾ ആട്രി എന്ന് വിളിക്കുന്നത്, താഴെയുള്ള അറകളെയാണ് നമ്മൾ വെൻട്രിക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ മുകളിലെ ആട്രിയത്തിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് റൈറ്റ് ആട്രിയും അതുപോലെ ലെഫ്റ്റ് ആട്രിയും. താഴെയുള്ള വെൻട്രിക്കിളിനെയും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഹൃദയമാണെന്ന് സങ്കല്പിക്കുക. ഇതാണ് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ 4 അറകൾ: റൈറ്റ് ആട്രിയം, ലെഫ്റ്റ് ആട്രിയം, താഴെ റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇനി നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ രക്തം എത്തിച്ചേരുന്നത് നമ്മുടെ വലത് ആട്രിയം അല്ലെങ്കിൽ റൈറ്റ് ആട്രിയത്തിലേക്കാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ രക്തം, ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിച്ചേരുന്നത് എങ്ങോട്ടാണ്? റൈറ്റ് ആട്രിയത്തിലേക്കാണ്. അത് കൊണ്ടുവരുന്ന വലിയ 2 വെയിൻസ്, വലിയ 2 സിരകളാണ്. ഒന്ന് സുപ്പീരിയർ വീന കാവ, അതുപോലെ രണ്ടാമത്തത് ഇൻഫീരിയർ വീന കാവ. ഊർധ്വമഹാസിര, താഴെയുള്ളത് അധോമഹാസിര. അതിൽ ഈ സുപ്പീരിയർ വീന കാവ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ മുകളിലുള്ള ശരീരഭാഗങ്ങളിൽ നിന്നുള്ള ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ വലത് ആട്രിയത്തിൽ എത്തിക്കും. അതേസമയം ഇൻഫീരിയർ വീന കാവ അല്ലെങ്കിൽ അധോമഹാസിര എന്ത് ചെയ്യും? ഹൃദയത്തിൻ്റെ താഴെയുള്ള നമ്മുടെ ശരീരഭാഗങ്ങളിൽ നിന്ന് ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എവിടെ എത്തിക്കും? റൈറ്റ് ആട്രിയത്തിൽ എത്തിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള അശുദ്ധ രക്തം എവിടെ എത്തി? റൈറ്റ് ആട്രിയത്തിലെത്തി. ഈ റൈറ്റ് ആട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിൽ ഒരു വാൽവുണ്ട്. ഈ വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൃദയത്തിൽ ഒരു വാൽവാണ് നമ്മൾ പറഞ്ഞത്, ട്രൈകസ്പിഡ് വാൽവ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഓർക്കുക. വലത് ആട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്ന വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. അപ്പോൾ ഈ ബ്ലഡ് ഇപ്പോൾ നമ്മൾ റൈറ്റ് ആട്രിയത്തിലെത്തിയല്ലോ. അപ്പോൾ ഈ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ഈ ബ്ലഡ് എങ്ങോട്ടെത്തും? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എത്തും. അതായത് ഇവിടുന്ന് ഈ ബ്ലഡ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും, റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുകയാണ്. അപ്പോൾ ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പിന്നീട് ഈ ബ്ലഡിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി, ഓക്സിജനേഷന് വേണ്ടി ലങ്സിലേക്ക് കൊണ്ടുപോകണം, നമ്മുടെ ശ്വാസകോശങ്ങളിലേക്ക് കൊണ്ടുപോകണം. ആ ശ്വാസകോശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് നമ്മുടെ പൾമനറി ആർട്ടറി എന്ന് പറയുന്നത്, ശ്വാസകോശ ധമനി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് റൈറ്റ് വെൻട്രിക്കിൾ. അപ്പോൾ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടെ എത്തി? റൈറ്റ് വെൻട്രിക്കിളിലെത്തി. ഇനി ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഇതാണ് നമ്മുടെ പൾമനറി ആർട്ടറി എന്ന് പറയുന്നത്. ഈ പൾമനറി ആർട്ടറി വഴി ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ലങ്സിലെത്തിക്കുകയാണ്. കാരണം ലങ്സിൽ വെച്ചിട്ടാണല്ലോ ഓക്സിജനേഷൻ നടക്കുക. അപ്പോൾ ഈ അശുദ്ധ രക്തത്തെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് പൾമനറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്വാസകോശ ധമനിയുടെ ജോലി എന്താണ്? ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എവിടെ എത്തിക്കുന്നു? ലങ്സിൽ എത്തിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വലതു ഭാഗത്ത് ഏത് രക്തം മാത്രമാണ് കാണപ്പെടുന്നത്? ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് മാത്രമേ ഉള്ളൂ. കാരണം റൈറ്റ് ആട്രിയത്തിലും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡാണ്, റൈറ്റ് വെൻട്രിക്കിളിലും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡാണ് കാണപ്പെടുന്നത്. ഇനി ഇപ്പോൾ നമ്മുടെ ഈ ലങ്സിൽ വെച്ച് ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എന്താക്കി മാറ്റും? ഓക്സിജനേറ്റഡ് ബ്ലഡാക്കി മാറ്റും. അതായത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ രക്തത്തെ ഓക്സിജൻ്റെ അളവ് കൂടിയ രക്തമാക്കി മാറ്റുന്ന പ്രക്രിയ നടക്കുന്നത് നമ്മുടെ ഈ ശ്വാസകോശത്തിൽ വെച്ചിട്ടാണ്. എന്നിട്ട് അതിനുശേഷം ആ രക്തത്തെ എങ്ങോട്ട് കൊണ്ടുവരണം? നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ആ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഹൃദയത്തിലെ ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന രക്തക്കുഴലാണ്
പൾമനറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിര. അപ്പോൾ ശ്വാസകോശ സിര വഴി ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇപ്പോൾ എവിടെ എത്തി? ലെഫ്റ്റ് ആട്രിയത്തിലെത്തി. ഇനി ഇവിടെ ഒരു വാൽവുണ്ട്. ലെഫ്റ്റ് ആട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലായിട്ടൊരു വാൽവുണ്ട്. ആ വാൽവിനെയാണ് നമ്മൾ ബൈകസ്പിഡ് വാൽവ് എന്ന് വിളിക്കുന്നത്. മിട്രൽ വാൽവ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന വാൽവാണ് മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ്. അപ്പോൾ ഇവിടുന്ന് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് എവിടെ എത്തും? ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തും. ഇവിടെ നിന്നാണ് ഈ ബ്ലഡിനെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു വലിയ രക്തക്കുഴൽ വഴിയാണ് ഈ രക്തത്തെ പുറത്തെത്തിക്കുന്നത്. ഇതാണ് അയോട്ട അല്ലെങ്കിൽ മഹാധമനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അയോട്ട അല്ലെങ്കിൽ മഹാധമനി ആരംഭിക്കുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ്. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശുദ്ധരക്തത്തെ വഹിക്കുന്ന കുഴലാണ് അയോട്ട അല്ലെങ്കിൽ മഹാധമനി. അപ്പോൾ ഇവിടെയുള്ള വാൽവ് ശ്രദ്ധിക്കുക. ലെഫ്റ്റ് ആട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്ന വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. ഇനി നമ്മുടെ ഹൃദയത്തിൽ മറ്റ് 2 വാൽവുകൾ കൂടെ കാണപ്പെടുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഈ പൾമനറി ആർട്ടറി ആരംഭിക്കുന്ന ഭാഗത്തും 2 നമ്മുടെ ഈ അയോട്ട ആരംഭിക്കുന്ന ഭാഗത്തും. ഇവിടെ ഈ 2 ഭാഗത്ത് കാണുന്ന വാൽവിനെയും നമ്മൾ വിളിക്കുന്നത് സെമി ലൂണാർ വാൽവ് എന്നാണ്. അർദ്ധ ചന്ദ്രാകാര വാൽവ് അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവുകൾ. അപ്പോൾ സെമി ലൂണാർ വാൽവ് എവിടെയൊക്കെ കാണുന്നു? മഹാധമനി ആരംഭിക്കുന്ന ഭാഗത്തും ശ്വാസകോശ ധമനി ആരംഭിക്കുന്ന ഭാഗത്തും. ട്രൈകസ്പിഡ് വാൽവ് എവിടെയാണ്? വലത് ആട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ. ബൈകസ്പിഡ് വാൽവ് എവിടെയാണ്? ഇടത് ആട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. നമ്മളെ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് ആരൊക്കെ, ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നത് ആരൊക്കെ, വാൽവുകൾ ആരൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ ലങ്സിലേക്ക് ഈ അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന ഈ കുഴലിനെ നമ്മൾ ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമനറി ആർട്ടറി എന്നാണ് വിളിച്ചത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ ആർട്ടറികളിലും കാണപ്പെടുന്നത് ശുദ്ധരക്തമാണ്. ഇതേപോലെ അശുദ്ധരക്തം വഹിക്കുന്ന ഒരൊറ്റ ധമനിയുള്ളൂ. ആ ധമനിയാണ് ശ്വാസകോശ ധമനി. അതേപോലെ ഇവിടെയും ശ്രദ്ധിക്കുക, ഈ പൾമനറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിര, നമ്മുടെ ശരീരത്തിൽ എല്ലാ സിരകളിലൂടെ ഒഴുകുന്നതും അശുദ്ധരക്തമാണ്. പക്ഷേ പൾമനറി വെയിൻ അല്ലെങ്കിൽ ശ്വാസകോശ സിരയിലൂടെ ഒഴുകുന്നത് ശുദ്ധരക്തമാണ്. അപ്പോൾ ശുദ്ധരക്തം ഒഴുകുന്ന ഒരേ ഒരു സിരയാണ് പൾമനറി വെയിൻ. അതുപോലെ അശുദ്ധരക്തം ഒഴുകുന്ന ഒരേ ഒരു ധമനിയാണ് ശ്വാസകോശ ധമനി. അതും കൂടി ഓർത്ത് വയ്ക്കുക. അതും മുമ്പത്തെ പരീക്ഷകളിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ അടങ്ങിയ രക്തം സ്വീകരിക്കുന്നത് ഹൃദയത്തിലെ ഏത് അറയാണ്? അപ്പോൾ ഈസി ആയിട്ട് പറയാലോ. ഏത് അറയിലേക്കാണ് നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തം വരുന്നത്? ഇടത് ആട്രിയത്തിനകത്തേക്ക്. അപ്പോൾ ആൻസർ എ, ഇടത് ആട്രിയം. നെക്സ്റ്റ് വൺ, കലാമിൻ്റെ രാസസൂത്രമാണ് CaCO3, ZnCO3, MgCO3, Na2CO3. കലാമിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. കലാമിൻ എന്ന് പറയുന്നത് സിങ്ക് കാർബണേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ZnCO3. നെക്സ്റ്റ് വൺ, കോശങ്ങളിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് മലയാളത്തിൽ സജീവ ഗതാഗതം എന്നാണ് പറയുക. അതിന് ഊർജം നൽകുന്ന തന്മാത്ര ഏത്? ATP, DNA, ഗ്ലൂക്കോസ്, RNA. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്ന സമയത്ത് അവിടെ ഊർജം നൽകുന്ന തന്മാത്ര ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നൊന്ന് ഓർക്കുക. നമ്മുടെ കോശത്തിൽ പദാർത്ഥങ്ങളുടെ സംവഹനം പല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്തുനിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുക. ഈ ഡിഫ്യൂഷൻ നടക്കാൻ അവിടെ ഊർജത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതേപോലെ കോശങ്ങൾ തമ്മിൽ നടക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയും. ആദ്യം നമ്മൾ പറഞ്ഞത് സാധാരണ സിമ്പിൾ ഡിഫ്യൂഷനാണ്. രണ്ടാമത്തെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ പ്രത്യേകത, അവിടെയും ഗാഢത കൂടിയ ഭാഗത്തുനിന്ന്
ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കാണ് തന്മാത്രകൾ സഞ്ചരിക്കുക. പക്ഷേ അവിടെ ഒരു കാരിയർ മോളിക്യൂൾസിൻ്റെ സഹായം വേണം. വാഹക പ്രോട്ടീനുകൾ എന്ന് പറയും. അപ്പോൾ ഈ വാഹക പ്രോട്ടീനുകളുടെ അല്ലെങ്കിൽ കാരിയർ പ്രോട്ടീൻസിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന ഡിഫ്യൂഷനെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു രീതിയാണ് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ സജീവ ഗതാഗതം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് പ്രോസസ്സും കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തുനിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്കാണല്ലോ സഞ്ചരിക്കുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നേരെ തിരിച്ചാണ്. കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തു നിന്ന് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ സ്ഥാനമാറ്റം അല്ലെങ്കിൽ തന്മാത്രകൾ സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ സജീവ ഗതാഗതം എന്ന് പറയുന്നത്. അപ്പോൾ കുറഞ്ഞ ഭാഗത്തുനിന്ന് കൂടിയ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് ഇതിന് ഊർജം ആവശ്യമാണ്. അപ്പോൾ ഇവിടെ അതിന് വേണ്ട ഊർജം നൽകുന്നത് ATP ആണ്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന മോളിക്യൂൾസാണ്. കാരണം ഊർജത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് സമയത്ത് പദാർത്ഥങ്ങൾക്ക് ഈ രീതിയിൽ സഞ്ചരിക്കാൻ ഊർജം നൽകുന്നത് ആരാണ്? നമ്മുടെ കോശത്തിലെ എനർജി കറൻസി എന്നറിയപ്പെടുന്ന, കോശത്തിലെ ഊർജ നാണയങ്ങൾ എന്നറിയപ്പെടുന്ന അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ATP മോളിക്യൂൾസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്, ATP. നെക്സ്റ്റ് വൺ, ഒരു മൂന്നാം വർഗ ഉത്തോലകത്തിൽ ധാരം രോധത്തിനും യത്നത്തിനും ഇടയിൽ വരുന്നു. രോധം യത്നത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നു. യത്നം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നു. ഇവയൊന്നുമല്ല. മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ തേർഡ് ഓർഡർ ലിവേഴ്സിനെയാണ് ഉത്തോലകങ്ങൾ എന്ന് വിളിക്കുക. ധാരം എന്ന് പറഞ്ഞാൽ ഫൽക്രാണ്. രോധം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. യത്നം എന്ന് പറഞ്ഞാൽ എഫേർട്ടാണ്. രണ്ട് മലയാളം വാക്കും ഇംഗ്ലീഷ് വാക്കും ഒന്ന് ശ്രദ്ധിക്കുക. ധാരം ഫൽക്രം, രോധം റെസിസ്റ്റൻസ്, യത്നം എഫേർട്ട്. ആദ്യം നമുക്ക് മൂന്ന് വർഗ ഉത്തോലകങ്ങളൊന്ന് നോക്കാം. ആദ്യം ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ഉത്തോലകം അല്ലെങ്കിൽ ലിവേഴ്സ്? ലിവേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെഷീൻസ് ആണ്. ഇപ്പോൾ ഈ ചിത്രം ഒന്ന് നോക്കുക. ഈ ഒരു കമ്പ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു വലിയൊരു പാറക്കല്ലിനെ ഉയർത്തുകയാണ്. അപ്പോൾ നമ്മൾ എവിടെയാണോ ബലം പ്രയോഗിക്കുന്നത് അതാണ് എഫേർട്ട് എന്ന് പറയുന്നത്. എഫേർട്ട് എന്ന് പറഞ്ഞാൽ യത്നം, മലയാളത്തിൽ യത്നം എന്ന് പറയും. ആ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ ആ ബലം പ്രയോഗിക്കുന്ന ഭാഗമാണ് എഫേർട്ട്. ഇനി ഇത് നീളത്തിലുള്ളൊരു ദണ്ടല്ലേ, ഒരു കമ്പിപ്പാരൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ കല്ലൊക്കെ ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ദണ്ട് ചലിക്കണം എന്നുണ്ടെങ്കിൽ ചലിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരു മരത്തിൻ്റെ കഷ്ണമോ ചെറിയൊരു കല്ലിൻ്റെ കഷ്ണമോ എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ദണ്ടും ഈ ഒരു കല്ലും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയാണല്ലോ ഈ ഒരു കമ്പിപ്പാര ചലിക്കുക. ഈ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ ഫൽക്രം അല്ലെങ്കിൽ ധാരം എന്ന് പറയുക. ഇംഗ്ലീഷിൽ ഫൽക്രം എന്ന് പറയും, മലയാളത്തിൽ ധാരം എന്ന് പറയും. ഇനി നമ്മളിവിടെ ബലം പ്രയോഗിക്കുമ്പോൾ ആ ഒരു ബലം അനുഭവപ്പെട്ടിട്ടാണ് ഈ കല്ലെന്ത് ചെയ്യുന്നത്, ഇവിടെ അങ്ങ് ചലിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന എഫേർട്ട് എവിടെയാണോ അത് അനുഭവപ്പെടുന്നത്, ആ റെസിസ്റ്റൻസ്, അതാണ് ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയും. ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് യത്നം, ഇത് ധാരം, ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ രോധം എന്ന് പറയുന്നത്. ആദ്യം ഇത് മൂന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ആ ഫൽക്രത്തിൻ്റെയൊക്കെ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലിവേഴ്സിനെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിക്കും. ഫസ്റ്റ് ക്ലാസ് ലിവർ, സെക്കൻഡ് ക്ലാസ് ലിവർ, തേർഡ് ക്ലാസ് ലിവർ എന്നുള്ളത്. ഓരോന്നിൻ്റെയും പൊസിഷനിൽ വരുന്ന വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ലിവർ നോക്കാം. ഫസ്റ്റ് ക്ലാസ് ലിവറിന് ഇതുപോലൊരു സിസേഴ്സ്, ഒരു കത്രിക എക്സാമ്പിളായിട്ട് കാണാം. ഇപ്പോൾ കത്രികയിൽ നമ്മൾ ഭാരം കൊടുക്കുക എവിടെയല്ലേ, ഇതാണ് എഫേർട്ട്. ചലിക്കുന്ന പോയിൻ്റ് ഏതാണ്, ഇതാണ് ആ ചലിക്കുന്ന പോയിൻ്റ്, അതാണ് ഫൽക്രം. ഇനി എവിടെയാണ് ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത്, ഇവിടെ ഒരു പേപ്പർ വയ്ക്കുമ്പോൾ എവിടെയാണല്ലോ അത് കട്ട് ചെയ്ത് പോകുന്നത്, അപ്പോൾ ഇവിടെയാണ് ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ എവിടെ ഫൽക്രത്തിൻ്റെ പൊസിഷൻ, നടുവിലാണ് വരുന്നത്. അതായത് ഇവിടെ യത്നം വരുന്നു, ഇവിടെ രോധം വരുന്നു. യത്നത്തിനും രോധത്തിനും ഇടയിൽ ധാരം വരുന്ന ഉത്തോലകങ്ങളാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ. ഇവിടെ ചിത്രം നോക്കുക. ഇവിടെ എഫേർട്ട് വരും, ഇവിടെ ലോഡ് വരും, അതിൻ്റെ ഇടയിൽ ഫൽക്രം വരും. ഈ പൊസിഷനാണ് നമ്മൾ നോക്കേണ്ടത്. ഫൽക്രത്തിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഇപ്പോൾ രണ്ടിൻ്റെയും നടുവിലാണ് ഫൽക്രം വരുന്നതെങ്കിൽ അത്
ഫസ്റ്റ് ക്ലാസ് ലിവറാണ്. ഇനി ഇവിടെ നോക്കുക, സെക്കൻഡ് ക്ലാസ് ലിവർ. ഇത് നമ്മളെ വീൽ ബാരോ എന്ന് പറയുന്ന നമ്മൾ ലോഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഉപകരണമാണ്. ഇതൊരു സെക്കൻഡ് ക്ലാസ് ലിവറിന് എക്സാമ്പിളാണ്. ഇനി അതല്ലെങ്കിൽ ഒരു പാക്ക് വെട്ടി ഓർത്താലും മതി. നമ്മൾ ലെമൺ സ്ക്യൂസറോ അല്ലെങ്കിൽ പാക്ക് വെട്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഈ ഒരു വീൽ ബാരോ ഓർക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ലെമൺ സ്ക്യൂസറോ പാക്ക് വെട്ടി എന്തെങ്കിലും ഒന്ന് ഓർക്കുക, നാരങ്ങ ഞെക്കി ഏതെങ്കിലും ഒന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ബലം പ്രയോഗിക്കുന്ന ഭാഗം ഏതാണ്? ഇപ്പോൾ നമ്മൾ ഈ ഒരു നാരങ്ങ ഞെക്കി ഉപയോഗിച്ചിട്ട് ഒരു നാരങ്ങ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബലം കൊടുക്കുന്ന പോയിൻ്റ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എഫേർട്ട് ഇവിടെ വരും. ഇപ്പോൾ വീൽ ബാരോൻ്റെ കേസിൽ എഫേർട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഇനി ഇവിടെയല്ലേ നമ്മൾ ലെമൺ വെക്കുന്നത്, നാരങ്ങ വെക്കുന്നത്, അല്ലെങ്കിൽ അടയ്ക്കൊക്കെ നമ്മൾ വെക്കുന്നത് ഇവിടെയാണ്. അതാണ് ലോഡ്. ഇവിടെ നടുവിലാണ് ലോഡ് വരുന്നത്. ഇവിടെയല്ലേ ചലിക്കുന്ന പോയിൻ്റ് ഫൽക്രം വരുന്നത് ഈ ടിപ്പിലാണ്. ഇവിടെയാണ് ഈ ചക്രവും ഇതും കൂടി ചേർന്ന ഈ ഒരു ഭാഗമാണ് ഫൽക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഫൽക്രം ഇവിടെ ഒരു എൻഡിലാണ്. അപ്പോൾ ഫൽക്രത്തിനും എഫേർട്ടിൻ്റെയും ഇടയിലാണ് ലോഡ് വരുന്നത്. ഇത്തരത്തിലുള്ള ഉത്തോലകങ്ങളെയാണ് നമ്മൾ സെക്കൻഡ് ക്ലാസ് ലിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പൊസിഷൻ നോക്കുക, എഫേർട്ട് വന്നു, ഇവിടെ ലോഡ് വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു എൻഡിൽ ഫൽക്രം വന്നു. അത്തരം ഉത്തോലകങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ക്ലാസ് ലിവർ. ഇനി അടുത്തത് തേർഡ് ക്ലാസ് ലിവർ. തേർഡ് ക്ലാസ് ലിവർ നിങ്ങൾ ഇതുപോലുള്ള ഫോർസെപ്സോ ചവണേ ഐസ് ടോങ്സോ ഇതെന്തെങ്കിലും ഉദാഹരണമായിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഐസ് ടോങ്സ് ഉപയോഗിച്ച് നമ്മൾ ഐസ് എടുക്കുന്ന സമയത്ത് ഇവിടെയല്ലേ നമ്മൾ ബലം കൊടുക്കുക. അപ്പോൾ നടുവിലാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. ഇതല്ലേ ചലിക്കുന്ന പോയിൻ്റ് ഫൽക്രം. ഇവിടെയല്ലേ ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത്. ഇതുകൊണ്ടല്ലേ നമ്മൾ ആ സാധനം എടുക്കുന്നത്. ഇവിടെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഫൽക്രം ഈ ഒരു എൻഡിൽ വന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെയാണ് ഫൽക്രം വരുന്നത്. നടുവിലാണ് നമ്മൾ ഈ എഫേർട്ട് കൊടുക്കുന്നത്. ലോഡ് വരുന്നത് ഈ ഒരു എൻഡിൽ. ഈ ഒരു ഓർഡറിൽ വരുന്ന ഉത്തോലകങ്ങളെയാണ് തേർഡ് ക്ലാസ് ലിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഫസ്റ്റ് ക്ലാസ്സിനൊരു കത്രിക ഓർത്ത് വയ്ക്കുക, സെക്കൻഡ് ക്ലാസ്സിനൊരു പാക്ക് വെട്ടിയോ നാരങ്ങ ഞെക്കി എന്തെങ്കിലും ഓർക്കുക, തേർഡ് ക്ലാസ്സിന് ഒരു ഫോർസെപ്സോ ഐസ് ടോങ്സോ ചവണ എന്തെങ്കിലും ഓർത്ത് വയ്ക്കുക. ഇതുപോലെ നമ്മൾ ഈ ഷവലൊക്കെ യൂസ് ചെയ്യുമ്പോഴും ഇതൊരു തേർഡ് ക്ലാസ് ലിവറാണ്. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് മൂന്നാം വർഗ ഉത്തോലകത്തിൻ്റെ പൊസിഷനാണ്. മൂന്നാം വർഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക, ഐസ് ടോങ്സോ ചവണയോ ഒക്കെ ഒന്ന് ഓർക്കുക. അപ്പോൾ സി നോക്കുക, യത്നം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നു. യത്നം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് മൂന്നാം വർഗ ഉത്തോലകങ്ങൾ. എഫേർട്ട് കംസ് ഇൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് ഫൽക്രം. അപ്പോൾ ആൻസർ സി. നെക്സ്റ്റ് വൺ, ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്നത് മീഥെയ്ൻ, പെട്രോളിയം, കോൾ ഗ്യാസ്, ഹൈഡ്രജൻ, വിച്ച് ഈസ് നോൺ ആസ് ഗ്രീൻ ഫ്യൂവൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കതിനകത്തുനിന്ന് ആ 4 ചോയ്സ് അനലൈസ് ചെയ്താൽ തന്നെ ആരാണ് ഗ്രീൻ ഫ്യൂവൽ എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ ആരാണ്? ഡി അല്ലെങ്കിൽ ഹൈഡ്രജൻ. ഇപ്പോൾ കോൾ ഗ്യാസ് ആണെങ്കിലും പെട്രോളിയം ആണെങ്കിലും എല്ലാം ഏത് ടൈപ്പിൽ വരുന്നതാണ്? നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിൽ വരുന്നതാണ്. ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഗ്രീൻ ഫ്യൂവൽ? റിന്യൂവബിൾ ലോ കാർബൺ എനർജി സോഴ്സസിനെയാണ് നമ്മൾ സാധാരണ ഹരിത ഇന്ധനം അല്ലെങ്കിൽ ഗ്രീൻ ഫ്യൂവൽ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഗ്രീൻ ഫ്യൂവൽസാണ് ഹൈഡ്രജൻ, അതുപോലെ അമോണിയ, ബയോഡീസലൊക്കെ വരുന്നത് ഈ പറയുന്ന ഹരിത ഇന്ധനങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. നെക്സ്റ്റ് വൺ, ഏത് താപനിലയിലാണ് സെൽഷ്യസിലെ താപനിലയും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാവുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ്, -273 ഡിഗ്രി സെൽഷ്യസ്, -40 ഡിഗ്രി സെൽഷ്യസ്, 273 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഈ തന്നിട്ടുള്ള 4 ചോയ്സിൽ ഏത് താപനിലയിലാണ് സെൽഷ്യസിലെ താപനിലയും ഫാരൻഹീറ്റ് സ്കെയിലിലെ താപനിലയും ഈക്വലായിട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലിനെയും റിലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് ഫാരൻഹീറ്റ് ഇസ് ഈക്വൽ ടു 9/5 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ ആൻസർ വരുന്നത് -40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് നമ്മുടെ ചോയ്സിൽ ആൻസറായിട്ട് വരുന്നത്
-40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ താപനിലയിലാണ് ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റിലെ താപനിലയും തുല്യമായിട്ട് വരിക. നമ്മൾ ഇക്വേഷനിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇപ്പോൾ -40 നമ്മുടെ ഡിഗ്രി സെൽഷ്യസിലെ വാല്യൂ. അപ്പോൾ ഫാരൻഹീറ്റിൻ്റെ വാല്യൂ കണ്ടെത്തണമെങ്കിൽ 9/5 × -40 + 32. അപ്പോൾ -72 + 32 വരും. ആൻസർ -40 ഡിഗ്രി ഫാരൻഹീറ്റ് വരും. അപ്പോൾ ഈ ഒരു ഡിഗ്രി സെൽഷ്യസിൽ ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ -40 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് വൺ, തലച്ചോറിലെ ഏത് ഭാഗമാണ് താപനില, വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നത്? സെറിബ്രം, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലോങ്കേട്ട, തലാമസ്. ആദ്യം നമ്മുടെ ബ്രെയിനിൻ്റെ ഘടന ഒന്ന് നോക്കുക. ഇതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സ്ട്രക്ചർ. ബ്രെയിനിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇതാണ് ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ള സെറിബ്രം, ഇതാണ് സെറിബെല്ലം, ഇതാണ് നമ്മുടെ തലാമസ് എന്ന് പറയുന്ന റീജിയൻ, ഇതാണ് ഹൈപ്പോതലാമസ്. ഈ 3 ഭാഗം കൂടെ ചേർത്താണ് നമ്മൾ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുക. ഇവിടെ മിഡ് ബ്രെയിൻ വരുന്നുണ്ട്, നമ്മുടെ മെഡുല വരുന്നുണ്ട്, പോൺസ് വരുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങൾ ചേരുന്നതാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഭാഗം. നമുക്ക് ഓരോ ഭാഗത്തിൻ്റെയും ധർമ്മം കൂടി നോക്കാം. ഫസ്റ്റ് വൺ, സെറിബ്രം, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ഗ്രേ മാറ്റർ കാണപ്പെടുന്ന ബാഹ്യഭാഗത്തെ കോർട്ടെക്സ് എന്നും വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആന്തരഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു. അപ്പോൾ ബ്രെയിനിലെ ഏറ്റവും വലിയ പാർട്ടാണ് സെറിബ്രം. അതിൻ്റെ പുറം ഭാഗത്തെയാണ് കോർട്ടെക്സ് എന്ന് വിളിക്കുന്നത്. അതൊരു ഗ്രേ കളർ ആയിരിക്കും, അതാണ് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ഉൾഭാഗമാണ് മെഡുല എന്ന് പറയുന്നത്, അല്ല വൈറ്റ് കളറിലാണ് ഉണ്ടാവുക, അതാണ് വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ജോലി? പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ എന്നിവയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഇതുകൂടാതെ ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന എന്നിവയുടെ കേന്ദ്രം. ഇതുകൂടാതെ ഇന്ദ്രിയ അനുഭവങ്ങൾ, നമ്മുടെ സെൻസ് ഓർഗനിൽ നിന്ന് വരുന്ന ഇമ്പൾസസ് എല്ലാം അത് സോർട്ട് ഔട്ട് ചെയ്യുന്നതും നമ്മുടെ സെറിബ്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ്? പ്രശ്നപരിഹാരം, ആസൂത്രണം, ഐച്ഛിക ചലനങ്ങൾ, ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന, ഇന്ദ്രിയ അനുഭവങ്ങൾ. ഇനി മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. സെറിബ്രത്തിൻ്റെ പിന്നിൽ താഴെയായിട്ടാണ് സെറിബെല്ലത്തിൻ്റെ പൊസിഷൻ. ധർമ്മം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില കൈവരിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ബോഡി ഇക്വലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സെറിബെല്ലാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനില കൈവരിക്കാൻ സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ്, തലാമസ്, മസ്തിഷ്കത്തിൻ്റെ ആന്തരഭാഗത്ത് കാണപ്പെടുന്നു. സെറിബ്രത്തിൻ്റെ താഴെയായിട്ടായിരിക്കും തലാമസ് ഉണ്ടാവുക. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം. അതായത് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്ന് തിരിച്ചും സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ഒരു തലാമസ്. തലാമസിലൂടെയാണ് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൻ്റെ പുറത്തേക്കും ഈ പറയുന്ന സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. നമ്മൾ വേദന സംഹാരികളൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ പാരാസെറ്റമോളൊക്കെ പോലെയുള്ള വേദന സംഹാരികൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. ദെൻ അടുത്ത ഭാഗമാണ് ഹൈപ്പോ തലാമസ്. തലാമസിൻ്റെ താഴെയാണ് ആര് വരിക? ഹൈപ്പോ തലാമസ് വരിക. ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. ശരീരോഷ്മാവ്, വിശപ്പ്, ദാഹം, വികാരങ്ങൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഹൈപ്പോ തലാമസ് ആണ്. അതുപോലെ നമ്മുടെ ആന്തര സമസ്ഥിതി, നമ്മുടെ ബോഡിയുടെ മൊത്തത്തിലുള്ളൊരു ഇൻറ്റേർണൽ ഹോമിയോസ്റ്റാസിസ് ഒക്കെ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നതും ഹൈപ്പോ തലാമസ് ആണ്. ഇനി അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത് മിഡ് ബ്രെയിനും പോൺസും മെഡുല ഒബ്ലോങ്കേറ്റയും കൂടെ ചേർന്ന ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. അതിൽ മിഡ് ബ്രെയിൻ്റെ ജോലി എന്ന് പറയുന്നത് കാഴ്ച, കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ പ്രാഥമികമായി വിലയിരുത്തുന്നു. അതിൻ്റെ ഒരു പ്രൈമറി പ്രോസസ്സിങ് മാത്രമാണ് അവിടെ വെച്ച് നടക്കുന്നത്. അതുപോലെ കണ്ണുകൾ, പുരികങ്ങൾ എന്നിവയുടെ ചലനത്തിന് ഈ ഭാഗത്തിൽ പങ്കുണ്ട്. ഇനി പോൺസിൻ്റെ പ്രത്യേകത, കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. അതുപോലെ ശ്വാസോച്ഛ്വാസ നിരക്കിനെ
നിയന്ത്രിക്കാനും പോൺസ് സഹായിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് മെഡുല ഒബ്ലോങ്കേട്ട. നമ്മുടെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേട്ട. ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ഛർദി, ചുമ, തുമ്മൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലോങ്കേട്ടയാണ്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരിക. തലച്ചോറിലെ ഏത് ഭാഗമാണ് താപനില, വിശപ്പ്, ദാഹം, ടെമ്പറേച്ചർ, ഹങ്കർ, തേസ്റ്റ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്? ആൻസർ ആരാണ്? ബി, ഹൈപ്പോ തലാമസ്. നെക്സ്റ്റ് വൺ, മനുഷ്യരക്തത്തിൻ്റെ സാധാരണ pH പരിധി എന്താണ്? 7.35 മുതൽ 7.45 വരെ, 6.8 മുതൽ 7.2 വരെ, 7.5 മുതൽ 8 വരെ, 6.5 മുതൽ 7 വരെ. എ ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ബ്ലഡിൻ്റെ നോർമൽ pH എന്ന് പറയുന്നത് 7.35 മുതൽ 7.45 വരെയാണ്. നെക്സ്റ്റ് വൺ, അന്തരീക്ഷത്തിൻ്റെ താപവികാസം കാലാവസ്ഥാക്രമത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇത് കാറ്റിൻ്റെ വേഗത കുറയ്ക്കുന്നു, ഇത് ഇടിമിന്നലിൻ്റെ ആവൃത്തി വർദ്ധിപ്പിക്കുന്നു, ഇത് വായുപിണ്ഡം ഉയരുന്നതിനും താഴ്ന്ന മർദ്ദമേഖലകൾ സൃഷ്ടിക്കുന്നതിനും കാരണമാവുന്നു, ഇത് മേഘങ്ങളുടെ രൂപീകരണം തടയുന്നു. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അന്തരീക്ഷത്തിൻ്റെ താപവികാസം, അതായത് തെർമൽ എക്സ്പാൻഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ, ഇതെങ്ങനെ കാലാവസ്ഥാക്രമത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. വെതർ പാറ്റേൺസിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ വായു ചൂടാവുകയാണെന്ന് വിചാരിക്കുക. അത് നമ്മുടെ അന്തരീക്ഷത്തിൽ താപനില കൂടുകയാണെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ഹീറ്റിംഗ് നടക്കുകയാണ്. ഇപ്പോൾ ചൂടാവുമ്പോൾ വായു വികസിക്കും, എയർ എക്സ്പാൻഡ് ചെയ്യും, ബിക്കം ലെസ് ഡെൻസിറ്റി കുറയും. ഇപ്പോൾ ചൂടാവുമ്പോൾ എയർ എക്സ്പാൻഡ് ചെയ്യുന്നു, അതിൻ്റെ ഡെൻസിറ്റി കുറയുകയാണ്, ലെസ് ഡെൻസ്. വായു വികസിക്കുന്നു എന്ന് മനസ്സിലായല്ലോ. ഇനി അങ്ങനെ ലെസ് ഡെൻസ് ആയിട്ടുള്ള ഈ എയർ മുകളിലേക്ക് ഉയരും. അതായത് ചൂടാവുമ്പോൾ വായു വികസിക്കും, ഈ വായു എങ്ങോട്ട് ഉയരും? മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ചൂട് കൂടിയ വായു മുകളിലേക്കാണ് സഞ്ചരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ മുകളിലേക്ക് ഉയരുന്ന ഈ ഒരു വായു താഴെ ലോവർ സർഫസ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അതായത് അതിൻ്റെ താഴെ ലോ പ്രഷർ സോൺസ് ക്രിയേറ്റ് ചെയ്യും. വായു മുകളിലേക്ക് അങ്ങ് ഉയരുന്ന സമയത്ത് അവിടെ ലോ പ്രഷർ സോണുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ ചൂട് കൂടുന്നു, എയർ എക്സ്പാൻഡ് ചെയ്യുന്നു, എയർ മുകളിലേക്ക് ഉയരുന്ന സമയത്ത് അവിടെ ലോ പ്രഷർ, മർദ്ദം കുറഞ്ഞ മേഖലകൾ അവിടെ രൂപപ്പെടുന്നു. ദെൻ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമ്മൾ ഈ കാണപ്പെടുന്ന പല വെതർ പാറ്റേൺസും. നമ്മളെ ചോദ്യത്തിലേക്കൊന്ന് വരിക. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. അന്തരീക്ഷത്തിൻ്റെ താപവികാസം, അതായത് ചൂട് കൂടി വായു വികസിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇത് കാറ്റിൻ്റെ വേഗത കുറയ്ക്കുന്നു, ഇതുമായിട്ട് ബന്ധമില്ല. ഇത് ഇടിമിന്നലിൻ്റെ ആവൃത്തി വർദ്ധിപ്പിക്കുന്നു, ഡയറക്റ്റായിട്ട് അതുമായിട്ട് അതിന് റിലേഷൻഷിപ്പുമില്ല. ഇത് വായുപിണ്ഡം ഉയരുന്നതിനും താഴ്ന്ന മർദ്ദമേഖലകൾ സൃഷ്ടിക്കുന്നതിനും കാരണമാവുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇത് മുകളിലേക്ക് ഉയരുന്ന സമയത്ത് ചൂട് കൂടുമ്പോൾ വായു മുകളിലേക്ക് ഉയരും. അതാണ് വായുപിണ്ഡം ഉയരുന്നതിനും അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? താഴ്ന്ന മർദ്ദമേഖലകൾ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ ആൻസർ സി ആണ്. ഇത് മേഘങ്ങളുടെ രൂപീകരണം തടയുന്നു. അതുമല്ല ആൻസർ. അപ്പോൾ ആൻസർ വരുന്നത് സി. ഇറ്റ് കോസസ് എയർ മാസസ് ടു റൈസ് ആൻഡ് ക്രിയേറ്റ് ലോ പ്രഷർ സോൺസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ലോ പ്രഷർ സോൺസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ദൂരം, ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ, പോസിറ്റീവ്, നെഗറ്റീവ്, 0, അനന്തമായത്. കോൺവെക്സ് മിററാണ് ചോദിച്ചത്. കോൺവെക്സ് മിററിൻ്റെ ഫോക്കസ് ദൂരം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ദൂരം പോസിറ്റീവും, അതേസമയം കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ദൂരമാണെങ്കിൽ നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ ആൻസർ എ ആണ്, പോസിറ്റീവ്. നെക്സ്റ്റ് വൺ, ഓരോ പേശി നാരുകൾക്കും ചുറ്റുമുള്ള ബന്ധിത കലകളാണ് എപ്പിമൈസിയം, എൻഡോമൈസിയം, പെരിമൈസിയം, സാർക്കോമിയർ. ദി കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് സറൗണ്ട്സ് ഈച്ച് മസിൽ ഫൈബർ. നമ്മുടെ മസിലിൻ്റെ ബേസിക് യൂണിറ്റാണ് മസിൽ ഫൈബർ എന്ന് പറയുന്നത്.
അതിനു ചുറ്റും കാണപ്പെടുന്ന കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ബി ആണ്, എൻഡോമൈസിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ നമുക്ക് ആ 3 ഭാഗങ്ങളൊന്ന് നോക്കാം. ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഒരു മസിലിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളിങ്ങനെ നേരെ കാണുന്ന സമയത്ത് ഒരു മസിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഉള്ളിൽ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ എൻലാർജ് ചെയ്തതാണ് ഈ 2 ചിത്രങ്ങൾ. ഇതാണ് മസിൽസിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള മയോഫൈബ്രിൽ എന്ന് പറയുന്നത്. മസിൽ ഫൈബേഴ്സിൻ്റെ ഘടകങ്ങളാണ് മയോഫൈബ്രിൽസ്. ഈ മയോഫൈബ്രിൽസ് ചേർന്നിട്ടാണ് ആരുണ്ടാവുന്നത്? മസിൽ ഫൈബർ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഒരു മസിൽ ഫൈബറാണ്. ഇതെല്ലാം ഈ ഓറഞ്ച് കളറിൽ കാണുന്ന സാധനങ്ങളൊക്കെ മസിൽ ഫൈബേഴ്സാണ്. ഇതിൻ്റെ ഉള്ളിലെ ഈ നാരുകളാണ് മയോഫൈബ്രിൽ എന്ന് പറയുന്നത്. ഈ മസിൽ ഫൈബറിൻ്റെ ഇടയിൽ ഇവിടേക്ക് ഈ വെള്ള കളറിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഇടയിൽ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അതിനെയാണ് എൻഡോമൈസിയം എന്ന് വിളിക്കുക. മസിൽ ഫൈബേഴ്സിന് ചുറ്റും കാണുന്ന യോജക കലകളാണ് എൻഡോമൈസിയം. ഇനി ഇവിടെ നോക്കുക നിങ്ങൾ, ഇത് ഒന്നിച്ചൊരു മസിൽ ഫൈബറാണല്ലോ, ഒന്നിച്ച് നമ്മളിങ്ങനെ എൻലാർജ് ചെയ്ത് വരച്ചതാണ്. ഇതിന് ചുറ്റും ഇവിടെ കാണുന്ന ഇടയിലിങ്ങനെ ഇവിടെ ഇടയിൽ വൈറ്റ് കളറിൽ കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് പെരിമൈസിയം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം കൂടെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന കണക്റ്റീവ് ടിഷ്യൂ ആണ് എപ്പിമൈസിയം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പുറമെ എപ്പിമൈസിയം, ദെൻ അതിൻ്റെ ഉള്ളിലാണ് പെരിമൈസിയം, അതിനും അകത്താണ് ആര്? എൻഡോമൈസിയം. നമ്മളെ ചോദ്യത്തിലേക്കൊന്ന് വരാം. പേശി നാരുകൾക്ക് ചുറ്റുമുള്ള ബന്ധിത കലകളാണ് ചോദിച്ചത്. മസിൽ ഫൈബേഴ്സിന് ചുറ്റുമുള്ള ബന്ധിത കലകൾ എന്ന് പറഞ്ഞത് കൊണ്ട് ആൻസർ ആര് വരും? എൻഡോമൈസിയാണ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, ഒരു കൃത്രിമ ഉപഗ്രഹത്തിനെ അതിൻ്റെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഒരു നിശ്ചിത ബിന്ദുവിലായി കാണപ്പെടുന്നത് ഈ ഉപഗ്രഹം ഡാഷ്. ശൂന്യാകാശത്തിൽ നിശ്ചലമാണ്, ഭൂമിയെ 1 വർഷം കൊണ്ട് ചുറ്റുന്നു, ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം 12 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുന്നു, ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം 24 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുന്നു. An artificial satellite may be seen just above a definite point at the geostationary orbit. This satellite dash. അതായത് നമ്മളൊരു കൃത്രിമ ഉപഗ്രഹം അതിൻ്റെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അതിനെ നമ്മളൊരു നിശ്ചിത ബിന്ദുവിലായിട്ടാണ് കാണപ്പെടുന്നത്. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ വരുന്നത് ഡി ആണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണം 24 മണിക്കൂർ കൊണ്ടാണ് ആ ഉപഗ്രഹം പൂർത്തിയാവുന്നത്. അതുകൊണ്ടാണ് നമുക്കതിനൊരു നിശ്ചിത ബിന്ദുവിലായിട്ട് കാണപ്പെടുന്നത്. കംപ്ലീറ്റ് 1 revolution around the earth in 24 hours. നെക്സ്റ്റ് വൺ, ശൂന്യതയിൽ നീല നിറത്തിൻ്റെ വേഗതയാണ് 3000 മീറ്റർ പെർ സെക്കൻഡ്, ലെസ് ദാൻ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്, ഈക്വൽ ടു 3 × 10⁸ മീറ്റർ/സെക്കൻഡ്, ഗ്രേറ്റർ ദാൻ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇനി ഏത് നിറമാണെങ്കിലും ശൂന്യതയിൽ അതിൻ്റെ വേഗത എന്ന് പറയുന്നത് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. വാക്വത്തിൽ ഏത് നിറമാണെങ്കിലും ഒരേ വേഗതയാണ്. വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. നെക്സ്റ്റ് വൺ, ഒരു പ്രഷർ കുക്കർ ആഹാരം വേഗത്തിൽ പാകം ചെയ്യുന്നത് ഡാഷ്. ജലത്തിൻ്റെ താപനില സാധാരണ തിളനിലയേക്കാൾ വർദ്ധിക്കുന്നു. എല്ലാ താപവും ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നതിനാൽ, താപം കടന്നു പോകുന്നത് നിയന്ത്രിക്കുന്നതിനാൽ, ജലത്തിൻ്റെ തിളനില കുറയുന്നതിനാൽ. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരു പ്രഷർ കുക്കർ ആഹാരം വേഗത്തിൽ പാകം ചെയ്യുന്നത്. ആൻസർ എ ആണ് വരുന്നത്. ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻക്രീസ് ബിയോണ്ട് ഇറ്റ്സ് നോർമൽ ബോയിലിംഗ് പോയിൻറ്റ്. ജലത്തിൻ്റെ താപനില സാധാരണ തിളനിലയേക്കാൾ വർദ്ധിക്കുന്നത് കൊണ്ടാണ് പ്രഷർ കുക്കറിനകത്ത് ആഹാരം വേഗത്തിൽ പാകം ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ്റെ ഒരു വശം മാത്രം നമുക്ക് കാണാൻ കഴിയുന്നത്? ഭ്രമണത്തിൻ്റെയും പരിക്രമണത്തിൻ്റെയും സമയം തുല്യമാണ്,
ഒരു വശം മാത്രമാണ് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത്. ഭ്രമണത്തിൻ്റെയും പരിക്രമണത്തിൻ്റെയും സമയം വ്യത്യസ്തമാണ്. ചന്ദ്രന് അന്തരീക്ഷമില്ല. കാരണം നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കെല്ലാ സമയത്തും ചന്ദ്രൻ്റെ ഒരു വശം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഭ്രമണത്തിനും പരിക്രമണത്തിനും തുല്യ സമയമാണ് എടുക്കുന്നത്. അതായത് ഭൂമി സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയമാണ് നമ്മൾ പറയുന്ന 365 ദിവസം എന്ന് പറയുന്നത്. അതേസമയം ഭൂമി സ്വയം റൊട്ടേറ്റ് ചെയ്യാൻ, ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അതേസമയം നമ്മൾ ചന്ദ്രൻ്റെ കേസ് നോക്കുക. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നുണ്ട്, അതോടൊപ്പം ചന്ദ്രൻ സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയം 27 ദിവസവും 8 മണിക്കൂറുമാണ്. അതേ 27 ദിവസവും 8 മണിക്കൂറും കൊണ്ടാണ് ചന്ദ്രൻ സ്വയം കറങ്ങുന്നതും. അതായത് രണ്ടിൻ്റെയും സമയം തുല്യമാണ്. ചന്ദ്രൻ റൊട്ടേഷൻ എടുക്കുന്നത് 27 ദിവസവും 8 മണിക്കൂറുമാണ്. ചന്ദ്രൻ റെവല്യൂഷൻ എടുക്കുന്നതും 27 ദിവസവും 8 മണിക്കൂറുമാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ചന്ദ്രൻ്റെ ഒരു വശം മാത്രം നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആൻസർ ഏതാ വരിക? എ ആണ് വരിക. ഭ്രമണത്തിൻ്റെയും പരിക്രമണത്തിൻ്റെയും സമയം തുല്യമാണ്. നെക്സ്റ്റ് വൺ, ഗോട്ട്ലിയബ് ഹാബർലാൻഡ് എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രീൻ റവല്യൂഷൻ, നാച്ചുറൽ ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ്, ടിഷ്യൂ കൾച്ചർ. ആൻസർ ഡി ആണ്, ടിഷ്യൂ കൾച്ചർ. ഈ ഒരു ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സയൻറ്റിസ്റ്റാണ് ഗോട്ട്ലിയേബ് ഹാബർലാൻഡ്. അപ്പോൾ ആൻസർ ഓർത്ത് വയ്ക്കുക, ഡി. നെക്സ്റ്റ് വൺ, അസാധാരണമായ ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം? അൻറ്റാസിഡുകൾ, അനാൽജസിക്കുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ, ആൻറ്റിപൈററ്റിക്സ്. താപനില കുറയ്ക്കുന്ന ഔഷധമാണ് ചോദിച്ചത്. ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതിനെയാണ് നമ്മൾ ആൻറ്റിപൈററ്റിക്സ് എന്ന് വിളിക്കുക. നമ്മളെ ശരീര താപനില കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെ വിളിക്കുന്ന പേരാണ് ആൻറ്റിപൈററ്റിക്സ്. അതേസമയം അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി, നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ അസിഡിറ്റി കൂടുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അൻറ്റാസിഡുകൾ. അതുപോലെ വേദന കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അനാൽജസിക്സ്. അതേസമയം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ, ബാക്ടീരിയ വൈറസിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആൻറ്റിബയോട്ടിക്സ്. ആൻസർ ഡി, ആൻറ്റിപൈററ്റിക്സ്. നെക്സ്റ്റ് വൺ, ബാരോമീറ്റർ റീഡിങ്ങിൽ പെട്ടെന്നുള്ള താഴ്ച എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? തെളിഞ്ഞ ആകാശത്തോടു കൂടിയ നല്ല കാലാവസ്ഥ, കൊടുങ്കാറ്റിന് സാധ്യത, താപനില വ്യത്യാസപ്പെടുന്നില്ല, അതിശൈത്യം. നമ്മൾ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബാരോമീറ്ററിൽ ഇങ്ങനെ റീഡിങ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ റീഡിങ് അങ്ങ് താഴുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ബാരോമീറ്റർ റീഡിങ്ങിലുള്ള താഴ്ച സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനുള്ള സാധ്യതയാണ്. അപ്രോച്ചിങ് സ്റ്റോം, കൊടുങ്കാറ്റിൻ്റെ സാധ്യതയാണ് ബാരോമീറ്റർ റീഡിങ്ങിൽ പെട്ടെന്നുള്ള താഴ്ച സൂചിപ്പിക്കുന്നത്. ആൻസർ ബി ആണ്. നെക്സ്റ്റ് വൺ, ദ്രവീകൃത വായുവിൻ്റെ അംശിക സ്വേദനത്തിൻ്റെ ഫലമായി ആദ്യം ലഭിക്കുന്ന ഘടകമേതാണ്? വിച്ച് കമ്പോണൻ്റ് ഓഫ് ലിക്വിഡ് എയർ ഈസ് ഒബ്റ്റെയിൻഡ് ഫസ്റ്റ് ഡ്യൂറിങ് ദി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ അംശിക സ്വേദനം എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതിക്കാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ അംശിക സ്വേദനം എന്ന് പറയാം. തിളനിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് ലിക്വിഡ് എയർ എടുത്തിട്ട്, നമ്മുടെ എയർ എടുത്തിട്ട് ലിക്വിഡ് ഫോമിലാണെന്ന് സങ്കല്പിക്കുക. ലിക്വിഡ് എയർ എടുക്കുകയാണ്, അതിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുകയാണ്. അപ്പോൾ ആ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ ആ ബോയിലിംഗ് പോയിൻറ്റിന് അനുസരിച്ചിട്ടാണല്ലോ അതിനകത്തുനിന്ന് കമ്പോണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതിനെ തിളപ്പിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് ഏറ്റവും ബോയിലിംഗ് പോയിൻ്റ് കുറഞ്ഞ സാധനമാണ് ആദ്യം പുറത്തേക്ക് വരിക, അല്ലേ? ബോയിലിംഗ് പോയിൻ്റ്, അതായത് തിളനില ഏതിനാണ് ഏറ്റവും കുറവുള്ളത് അത് ആദ്യം തിളയ്ക്കും, തിളച്ചിട്ട് നീരാവിയായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇത്തരത്തിലൊരു ലിക്വിഡ് എയറിനെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് ആരായിരിക്കും എന്നുള്ളതാണ് നമ്മളെ ചോദ്യം.
അപ്പോൾ ആദ്യം പുറത്ത് വരുന്ന ആരായിരിക്കും? ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിൻ്റ് ആർക്കാണോ ഉള്ളത് അയാളായിരിക്കും ഫസ്റ്റ് എന്ത് ചെയ്യുക? പുറത്തേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ വാതകങ്ങളുടെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് നോക്കാം. ഇപ്പോൾ നൈട്രജൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി -196 ആണ്. ഇതാണ് ഏറ്റവും കുറവുള്ളത്. ആർഗൻ്റെത് -186 ആണ്. ഓക്സിജൻ്റെത് അറൗണ്ട് -183 ഡിഗ്രി സെൽഷ്യസാണ്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നെ വളരെ കുറവാണ്. പിന്നെ ബോയിലിംഗ് പോയിൻ്റ് വരുന്നത് -78.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ വളരെ കുറഞ്ഞ അളവിലെ വായുവിൽ ആര് കാണുള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡ് കാണുള്ളൂ. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ നൈട്രജൻ, ആർഗൺ, ഓക്സിജൻ, ഇതിൽ മൂന്നും ഏറ്റവും ബോയിലിംഗ് പോയിൻ്റ് കുറവുള്ളത് നൈട്രജനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്ന ആളാരാണ്? നൈട്രജൻ. നെക്സ്റ്റ് വൺ പെഡഗോജി എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. നിലവിലുള്ള അറിവുകളിൽ നിന്നും നൈപുണികളിൽ നിന്നും പുതിയ ഘടന രൂപപ്പെടുത്തുക എന്നതിന് ഊന്നൽ നൽകുന്നത് ബ്ലൂംസ് ടാക്സോണമിയുടെ ഏത് ഉപവിഭാഗമാണ്? ഫോർമുലേറ്റ് ന്യൂ സ്ട്രക്ചേഴ്സ് ഫ്രം എക്സിസ്റ്റിംഗ് സ്കിൽസ് ആൻഡ് നോളജ്. ആ ഒരൊറ്റ വാക്കിൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഫോർമുലേറ്റ്സ് ന്യൂ സ്ട്രക്ചേഴ്സ് എന്നാണ്. പുതിയ ഘടന രൂപപ്പെടുത്തുക. പുതിയ ഘടന രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്ത് വന്നു? സിന്തസിസ് അല്ലെങ്കിൽ ഉദ്ഗ്രഥനം. അപ്പോൾ ആൻസർ ഏതാ വരിക? ഡി ആണ്, സിന്തസിസ് അല്ലെങ്കിൽ ഉദ്ഗ്രഥനം. അപ്ലിക്കേഷനല്ല, അനാലിസിസും അല്ല, ഇവാലുവേഷനും അല്ല. ആൻസർ വരുന്നത് ഡി, സിന്തസിസ്. നെക്സ്റ്റ് വൺ നിർദ്ദിഷ്ട നിരീക്ഷണങ്ങളിൽ നിന്നും സാമാന്യ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയതാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? നിർദ്ദിഷ്ട നിരീക്ഷണങ്ങളിൽ നിന്നും സാമാന്യ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയതാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത്. ഈ സെൻറ്റൻസ് കൂടെ വായിച്ചു നോക്കാം. നോളജ് ഈസ് ബിൽറ്റ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻ ടു ഫോം ജനറൽ തിയറീസ്. സ്പെസിഫിക് ടു ജനറൽ ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. എ വിമർശനാത്മക ചിന്ത, നിഗമന ചിന്ത, ആഗമന ചിന്ത, പ്രതിഫലനാത്മക ചിന്ത. ക്രിറ്റിക്കൽ തിങ്കിങ്, ഡിഡക്റ്റീവ് തിങ്കിങ്, ഇൻഡക്റ്റീവ് തിങ്കിങ്, റിഫ്ലക്റ്റീവ് തിങ്കിങ്. ചോയ്സ് ശ്രദ്ധിക്കുക. സ്പെസിഫിക് ടു ജനറൽ. സ്പെസിഫിക് ടു ജനറൽ എന്ന് പറയുമ്പോൾ ഏതാണ്? ആഗമന ചിന്ത അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് തിങ്കിങ്. സിമ്പിൾ ടു കോംപ്ലക്സ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ടു കോൺസെപ്റ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ എന്നൊക്കെ പറയുന്നത് ഏതാണ്? ഇൻഡക്റ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ആഗമന ചിന്ത. നെക്സ്റ്റ് വൺ താഴെ പറയുന്നവയിൽ ശാസ്ത്രീയ മനോഭാവത്തിൻ്റെ സ്വഭാവം ഏത്? തുറന്ന മനസ്ഥിതി അല്ലെങ്കിൽ ഓപ്പൺ മൈൻഡഡ്നെസ്, അമിത ആത്മവിശ്വാസം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ്, കർക്കശ ചിന്ത അല്ലെങ്കിൽ റിജിഡ് തിങ്കിങ്, ആത്മനിഷ്ഠമായ അഭിപ്രായം അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഒപ്പീനിയൻ. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ആകെ ഒരൊറ്റൊന്ന് മാത്രമാണ് നമ്മുടെ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡുള്ള ഒരാളുടെ ക്യാരക്ടറായിട്ട് കൊടുത്തിട്ടുള്ളത്. എ ആണ് ആൻസർ. ഓപ്പൺ മൈൻഡഡ്നെസ് അല്ലെങ്കിൽ തുറന്ന മനസ്ഥിതി. മറ്റത് മൂന്നും നമ്മളൊരു ശാസ്ത്രീയ മനോഭാവമുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവമല്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. then അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.